ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, SEBI രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ചൈനീസ് മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഹോങ്കോങ് മാർക്കറ്റുകളും സ്ലൈറ്റ്ലി വീക്കാണ്. അതേസമയം ജാപ്പനീസ് മാർക്കറ്റുകൾക്ക് ഇന്ന് ഹോളിഡേ ആണ്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഇന്നലെ റിക്കവർ ചെയ്തിട്ടുണ്ട്. ടെക്നോളജി സ്റ്റോക്കുകളിലൊക്കെ ഒരു ഷോർട്ട് കവറിംഗ് ആണ് അമേരിക്കയിൽ കണ്ടത്. അതോടൊപ്പം US ഫെഡിൻ്റെ ഡിസിഷൻ വന്നു. ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈ വർഷം 2 ഇൻട്രസ്റ്റ് റേറ്റ് കട്ടെങ്കിലും ഉണ്ടാവും എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ US ഫെഡിൻ്റെ മീറ്റിങ്ങിന് ശേഷം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് US ഫെഡിനോട് പറഞ്ഞിരിക്കുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുമെന്നാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റൊക്കെ അമേരിക്കൻ മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ചൈനീസ് സെൻട്രൽ ബാങ്കും ഇന്ന് ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. ഇന്നലെയും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ താരം എന്ന് പറയുന്നത് ഗോൾഡാണ്. കമോഡിറ്റിയിൽ ഗോൾഡ് ഇന്ന് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈറ്റ് ചെയ്തിരിക്കുകയാണ്. $3055.8 പെർ ഔൺസ് ആണ് ഗോൾഡ് ഹിറ്റ് ചെയ്തിട്ടുള്ള ഇന്നത്തെ പുതിയ ഹൈ സ്പോട്ട് ഗോൾഡ്. ഏപ്രിൽ ഫ്യൂച്ചേഴ്സ് $3064.9 പെർ ഔൺസാണ് പുതിയ റെക്കോർഡ് ഹിറ്റ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഗോൾഡിനെ സംബന്ധിച്ച് വീണ്ടും പോസിറ്റീവ് റിപ്പോർട്ടുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിനൊപ്പം തന്നെ റാലി ചെയ്തുകൊണ്ടിരിക്കുന്നത് കോപ്പറാണ്. നല്ല രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോപ്പർ മുന്നേറിയിട്ടുള്ളത്. മറ്റ് കമ്മോഡിറ്റികളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ്. ഇന്ത്യൻ റുപ്പി US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ അമേരിക്കയിലത്തെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ടെസ്ലയുടെ റോബോട്ട് ടാക്സിക്ക് ധാരാളം അപ്രൂവൽസ് ആവശ്യമുണ്ട്. കാലിഫോർണിയയിൽ നിന്ന് ഒരു അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അടുത്ത വർഷമായിരിക്കാം റോബോട്ട് ടാക്സി കാലിഫോർണിയയിൽ യാഥാർത്ഥ്യമാവാൻ പോകുന്നു ടെസ്ലയുടെ ഭാഗത്ത് നിന്ന്. അതോടൊപ്പം തന്നെ US ഇൻട്രസ്റ്റ് റേറ്റും സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുന്നതോടൊപ്പം തന്നെ GDP അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ റിലേറ്റഡ് ഡാറ്റയൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ട്. GDP താഴെ പോകുന്നതാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതേസമയം ഇൻഫ്ലേഷൻ താഴെ പോകുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. ഇതൊക്കെയാണ് അമേരിക്ക റിലേറ്റഡ് അല്ലെങ്കിൽ ചൈന റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ. അതോടൊപ്പം തന്നെ ട്രംപ് പറഞ്ഞിട്ടുണ്ട് റെസിപ്രോക്കൽ താരിഫ് April 2 തന്നെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ അതേസമയം റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന ഒരു പക്ഷേ ഇത് വീണ്ടും ഡിലേ ചെയ്തേക്കാം. പല രാജ്യങ്ങളിൽ മേലുള്ള റെസിപ്രോക്കൽ താരിഫുകൾ വീണ്ടും ഡിലേ ചെയ്തേക്കാം എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ആ ലിസ്റ്റിൽ ഇന്ത്യയും കൂടി ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യനെ സംബന്ധിച്ച് April 2 വരെ കാത്തിരിക്കേണ്ടി വരും എന്താണ് ട്രംപിൻ്റെ അനൗൺസ്മെൻറ്റ് എന്നുള്ള കാര്യം. ഇനി നമ്മളെ സംബന്ധിച്ച് EV ചാർജിൻ്റെ രംഗത്ത് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള എക്സ്പോണൻ്റ് എനർജി എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. ഓൾറെഡി ഈ രംഗത്തുള്ളൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. അവരും 15 മിനിറ്റിനുള്ളിൽ EV ചാർജിങ്ങിനുള്ള സൊല്യൂഷൻ ഓൾറെഡി അവർ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനേക്കാളും പവർഫുള്ളായിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ 1.5 മെഗാവാട്ട് അൾട്രാ ഫാസ്റ്റ് ചാർജിങ് സിസ്റ്റം ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. BYD ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് 1 മെഗാവാട്ട് റാപ്പിഡ് ചാർജ് സിസ്റ്റമാണ്. അത് ഇന്ത്യയിലും ഉണ്ട്. എക്സ്പോണൻ്റ് എനർജിയാണ് അത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യനെ സംബന്ധിച്ചൊരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. അശോക് ലൈലൻഡ് പുതിയ പ്ലാന്റ് ആന്ധ്രാപ്രദേശിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഡീസൽ ഇലക്ട്രിക് വെഹിക്കിൾ അല്ലെങ്കിൽ EV ബസ്സസ് ഉണ്ടാക്കാനാണ്. KMCH ഹോസ്പിറ്റൽ കോയമ്പത്തൂരിലുള്ള ഹോസ്പിറ്റലാണ്. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. അവർ ചെന്നൈയിലേക്കും കൂടി എൻ്റർ ചെയ്യാണ്. L&T ടെക്നോളജി സർവീസസ് LTTS പുതിയ AI പവേർഡ് റെയിൽവേ ട്രാക്ക് ഇൻസ്പെക്ഷൻ സൊല്യൂഷൻ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അക്രോസ് ദ വേൾഡ് ആണ് ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. LTTSനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ചൈനയുടെ ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് താരിഫിന് ശേഷം ചൈന എമർജിംഗ് മാർക്കറ്റുകളിലേക്ക് വലിയ രീതിയിലാണ് ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്ട് കുറയുമെന്ന് കണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് വലിയ ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ധാരാളം ജോബ് ലോസസ് ആണ് ടെക്സ്റ്റൈൽ രംഗത്തൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് വീണ്ടും വന്നേക്കാം. എക്സ്പോർട്ട് ഇമ്പോർട്ട് താരിഫിനനുസരിച്ച് CAT പുതിയ ലക്ഷറി ടയേഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റുകൾക്കും ഇന്ത്യൻ മാർക്കറ്റുകൾക്കുള്ള ടയേഴ്സ് തന്നെയാണ്. ദാനി സർവീസസ് 5.37 ഏക്കർ ലാൻഡും കൂടി അവരെ ഗുർഗാവൺ പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ 29.37 ഏക്കർ ആയിട്ടുണ്ട്. ഇന്ത്യ ബുൾസ് എസ്റ്റേറ്റ് ആൻഡ് ക്ലബ് എന്ന് പറയുന്ന ആ പ്രൊജക്റ്റിലേക്കാണ്. അഡാനി എൻ്റർപ്രൈസസ് കേബിൾ ആൻഡ് വയർ സെക്ടറിലേക്കും കടക്കുകയാണ്. അഡാനിയുടെ അണ്ടറിലുള്ള കച്ച് കോപ്പർ, പ്രണീത
എക്കോ കേബിൾ എന്ന് പറയുന്നുള്ളൊരു JV ഫോം ചെയ്തിട്ടുണ്ട്. പ്രണീത വെഞ്ചേഴ്സ് ആയിട്ടാണ്. തീർച്ചയായിട്ടും കേബിൾ ആൻഡ് വയർലെസ് രംഗത്ത് വീണ്ടും കോമ്പറ്റീഷൻ വരികയാണോ? ഓൾറെഡി അൾട്രാടെക്കും ഈ രംഗത്തേക്ക് കിടക്കാവുന്ന റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. ഇത്തരത്തിൽ ന്യൂസ് ഫ്ലോസ് അതാത് സെക്ടറുകളിലുള്ള സ്റ്റോക്കുകളിലൊക്കെ ചെറുതായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാം. അതേസമയം ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്ന് റിവ്യൂ ചെയ്യേണ്ടതാണ് കേബിൾ ആൻഡ് വയേഴ്സ് രംഗത്തുള്ള സ്റ്റോക്കുകൾ. അതോടൊപ്പം തന്നെ ഞാൻ മുമ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ച പോലെ ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തുള്ള സ്റ്റോക്കുകളിലും അത് റിവ്യൂ ആവശ്യമാണ്. കാരണം സ്റ്റാർലിങ്ങിൻ്റെ പ്രൊജക്റ്റ് വരുമ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ അതുപോലെ ടെലികോം ടവേഴ്സിൻ്റെ ഒക്കെ അവൈലബിലിറ്റി കുറവേ വേണ്ടി വരുള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള റിവ്യൂ നമുക്ക് നടത്തേണ്ടി വരും. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാങ്ങിയിട്ടുള്ള സ്റ്റോക്കുകളിൽ നല്ല പ്രോഫിറ്റൊക്കെ ഉണ്ടെങ്കിൽ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നൊരു ഡിസിഷൻ നന്നായിരിക്കും. കാരണം മാർക്കറ്റ് വീണ്ടും വളാറ്റിലിറ്റി ഒക്കെ കാണിച്ചേക്കാം. ഇന്ത്യനെ സംബന്ധിച്ച് വലിയ നെഗറ്റീവ്സ് ഒന്നുമില്ല. എന്നിരുന്നാലും ഗ്ലോബൽ ഇഷ്യൂസ് വളാറ്റിലിറ്റി ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മുമ്പ് റെക്കമെൻഡ് ചെയ്തിരുന്ന ഹോങ്കോങ് ബേസ്ഡ് ചൈനീസ് ബേസ്ഡ് മ്യൂച്വൽ ഫണ്ട് ETF-കളൊക്കെ നല്ല പ്രോഫിറ്റിലാണ് ഇരിക്കുന്നത്. കുറേയൊക്കെ ആ ETF-കളിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നൊരു ഡിസിഷൻ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.